ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചത്, എന്നെ പ്യൂരിഫൈ ചെയ്തത് VMC മലയാളം മെഡിറ്റേഷനിലെ ധ്യാനമാണ്. ആ ധ്യാനത്തിലേക്ക് പോയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എനിങ്ങനെയൊക്കെ മറിച്ച് ചിന്തിക്കാനും, ഇത്രയും കാലം ഞാനൊരു സ്വർഗത്തിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്, ഈ പ്രശ്നങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ആ ആത്മാവിനൊപ്പം ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുകളുണ്ടായത്. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഇന്നർ പീസ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും, നിങ്ങളും എല്ലാം മനസ്സിലാക്കുക. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കുക. നമ്മൾക്ക് എന്തിനാണ് രോഗങ്ങൾ വന്നതെന്ന് ഓർക്കുക. നമുക്ക് എന്തിനാണ് ഈ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നതെന്ന് ചിന്തിക്കുക. അതിനുടനെ പരിഹാരത്തിനല്ല പോകേണ്ടത്, സത്യങ്ങളെ തേടി യാത്ര ചെയ്യുക. VMCയിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നിങ്ങൾ പ്യൂരിഫൈ ആകും. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഗുഡ് വൈബ്രേഷനിൽ എല്ലാവരും നിറയെ വരട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ധ്യാനത്തിലൂടെ നിങ്ങളുടെ ചിന്താഗതികളെ, നല്ല ചിന്താഗതികളെ സ്പ്രെഡ് ചെയ്യുക. അതുവഴി നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിതം ഒരിക്കലും ഒരേപോലെ പോകുന്നില്ലല്ലേ? സന്തോഷവും ദുഃഖവും ആരോഗ്യവും രോഗങ്ങളും വിജയവും പരാജയവും എല്ലാം മാറി മാറി വരുന്നതാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രശ്നങ്ങളെ ദൈവശിക്ഷ എന്ന് വിളിച്ച് ഇതിൽ നിന്ന് ഈ പരിഹാരം ചെയ്താൽ മതി, ആ പരിഹാരം ചെയ്താൽ മതി, പരിഹാര കർമ്മം വേണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആൾക്കാർ. പക്ഷേ കൂട്ടുകാരെ, ശിവൻ, വിഷ്ണു, മഹാദേവി, ദേവി, പരാശക്തി ഒരിക്കലും പണം വാങ്ങി അനുഗ്രഹം കൊടുക്കുന്നവരല്ല. അവരന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യവും ഭക്തിയുടെ കണ്ണുനീരും കരുണയുടെ പ്രവൃത്തിയും മാത്രമാണ്. ഈ പരിഹാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പരിഹാരം തേടിപ്പോകുന്നവർ, പഴയ കാലങ്ങളിലൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ അത് സ്വയം തിരുത്തലാണ്, ഒരു പ്രായശ്ചിത്തമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഒരു പ്രായശ്ചിത്തം തന്നെയാണ് നമ്മുടെ ഈ മനുഷ്യനായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ തെറ്റുകൾ ചെയ്താൽ ജപം, ഉപവാസം, ദാനം ചെയ്യൽ, കരുണ കാണിക്കൽ, സേവനം ചെയ്യൽ, ഇതിലൂടെയൊക്കെ ആ ഒരു പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്ന് പരിഹാരം ചെയ്യാം. അതാണ് എൻ്റെ ഒരു യഥാർത്ഥ കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ പണം അടച്ച് ചെയ്യുന്ന ഒരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. 50,000 കൊടുത്താൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൂജ നിങ്ങൾ ഇത്രയും രൂപ മുടക്കി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ ദുരന്തം സംഭവിക്കും. അപ്പോൾ ഇതാണ് വഞ്ചനയെന്ന് പറയുന്നത്. യഥാർത്ഥ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിത രീതികളിൽ, സ്വഭാവ രീതികളിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റമാണ്. ഈ വ്യാജമായിട്ടുള്ള ഈ പരിഹാരങ്ങളുടെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സംഖ്യകൾ എഴുതൽ, ഈ നമ്പർ 108 പ്രാവശ്യം എഴുതി വെച്ചാൽ ദോഷം മാറും. നമ്പർക്ക് ശക്തിയില്ല, അതാണ് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയ്ക്കാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ വൈബ്രേഷനിലാണ് ശക്തിയുള്ളത്. അപ്പോൾ കടലാസിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് വെച്ച്, അല്ലെങ്കിൽ വെള്ള നൂല്, അല്ലെങ്കിൽ മഞ്ഞ നൂല്, ചുവപ്പ് നൂലെല്ലാം വെച്ച് കെട്ടി പേരെഴുതി വെള്ളത്തിലിടണം. അപ്പോൾ ഈ നൂല് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നം നടക്കും, ശാപം മാറും. അപ്പോൾ ഇതെല്ലാം ഈ ജനങ്ങളുടെ ഭയത്തെ ഉണ്ടാക്കുകയാണ്. ഈ ഭയപ്പെട്ട് നടക്കുകയാണ് മനുഷ്യർ. അപ്പോൾ ഈ ഭയത്തെ ഇങ്ങനെ പറയുന്നവരത് ചൂഷണം ചെയ്ത് സമ്പാദിക്കുകയാണ്. ഈ ഭയത്തെ ഉപയോഗിച്ച് നടത്തുന്ന ചതികളാണിതെല്ലാം. അല്ലെങ്കിൽ ചിലർ പറയും ഒരു രഹസ്യ മന്ത്രമുണ്ട്, ഈ മന്ത്രം ജപിച്ചാൽ മതി എന്ന്. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു മന്ത്രമേ ആണിത്. ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ പ്രശ്നം മാറും. എന്നെ ഫോൺ ചെയ്യുക, എന്നെ വിളിക്കുക, പേഴ്സണലായിട്ട് എന്നെ വിളിക്കുക, കൺസൾട്ട് ചെയ്യുക, ഞാൻ മന്ത്രം പറഞ്ഞു തരാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയും. വേദങ്ങൾ എന്ന് പറയുന്നത് അത് ഓപ്പണാണ്, ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. ഓം നമഃശിവായ വിളിച്ചാൽ തന്നെ ഭഗവാൻ അത് കേൾക്കും. ആ ഒരു ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതിന് നിങ്ങൾ ആർക്കാണ് ഫീസ് കൊടുക്കേണ്ടത്? ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ പഠിക്കണോ? അതിന് ഒന്നും വേണ്ട. സ്വസ്ഥമായിട്ടൊരിടത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഒരു 5 മിനിറ്റ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഓം നമഃശിവായ മന്ത്രം നിങ്ങൾക്കൊരു 108 പ്രാവശ്യം ജപിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതം മാറി. നിങ്ങൾ ഒരു പരിഹാരത്തിന് നിങ്ങൾ പോകേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. പിന്നൊരു കൂട്ടർ പറയുന്നത് ഗ്രഹശാന്തി അതൊരു പേടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഗ്രഹം എന്ന് പറയുമ്പോൾ ഈ രാഹു, കേതു, ശനി, അപ്പോൾ ഇവരെ തൃപ്തിപ്പെടുത്തണം, പ്രീതിപ്പെടുത്തണം. അവർ കോപിച്ച് നിൽക്കുക. ഇപ്പോൾ
അപ്പോൾ ഗ്രഹങ്ങളുടെ മേൽ ഉള്ള അധികാരി എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. ശിവനെ ആരാധിക്കുന്ന ഒരു മനുഷ്യർക്ക് ദിവസം ഒരു 10 മിനിറ്റ്, രാവിലെ 5 മിനിറ്റ്, രാത്രി 5 മിനിറ്റ്, ഈ 10 മിനിറ്റ് ആ ഓം നമഃ ശിവായ ജപിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു ഗ്രഹദോഷവും അവരെ ബാധിക്കില്ല. അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. ഈ പരിഹാരം പറയുന്നവരോട് ഒരേ ഒരു ചോദിക്കുകയും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ എവിടുന്ന് കണ്ടുപിടിച്ച പരിഹാരങ്ങളാണ്? ഇത് എവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന പരിഹാരങ്ങളാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരിഹാരങ്ങൾ ദിവസവും ഓരോ പരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ പരിഹാരങ്ങളെല്ലാം നിങ്ങൾ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണോ? അതുകൊണ്ടാണോ നിങ്ങൾ നല്ലതായിട്ടിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. ഒരു കാര്യം ഒരു വ്യക്തമായിട്ട് ഒരു പരിഹാര കർമ്മം ഇത് ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നു എന്ന് പറഞ്ഞു തരുന്ന ആളുടെ ജീവിതം അനുഭവങ്ങൾ അവർ ആ പറയുന്ന വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ അനുഭവങ്ങളിലൂടെ അവരത് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്തം കൊണ്ടുവരണം. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ, ശ്രീരാമചന്ദ്രൻ, അവരുടെയൊക്കെ ആ ഒരു പുരാണ കഥകൾ പഠിച്ചാൽ മനുഷ്യൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടങ്ങളൊന്നുമല്ല. ഭഗവാൻ കൃഷ്ണനെ എടുത്താൽ തന്നെ അച്ഛനും അമ്മയും ജയിലിലാണ്, മകൻ ഒരു വളർത്തമ്മയുടെ കീഴിലാണ്, കാലികളുടെ പശുക്കളുടെ കൂടെയാണ് ബാല്യകാലങ്ങൾ മൊത്തം കഴിച്ചു കൂട്ടിയത്. എന്തെല്ലാം ദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചു. കൃഷ്ണൻ്റെ ജാതകമാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശമായൊരു ജാതകം എന്ന് വേണേൽ പറയാം. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ, ഭഗവാന് 14 വർഷം വനവാസം, ഭാര്യയെ പിരിയേണ്ടി വന്നു, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലും കൃഷ്ണനോ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനോ എവിടെയാണ് പരിഹാരം ചെയ്തിട്ടുള്ള ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ? ജ്യോതിഷപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളെ നീക്കുപോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരെല്ലാവരും ആശ്രയിച്ചത് ശിവൻ ഭഗവാനെയാണ്, ഈ പ്രപഞ്ചത്തിനെയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ സാധാരണ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ചില കാര്യങ്ങളേ ഉള്ളൂ. കുടുംബകലഹത്തിന് നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനാണെങ്കിൽ ചികിത്സ ചെയ്യുക, അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമമാണെങ്കിൽ ധ്യാനം ചെയ്യുക, അതോടൊപ്പം മന്ത്രജപം ചെയ്യുക. വലിയ പൂജ കൊണ്ടൊന്നുമല്ല. ഹൃദയം നമ്മുടെ ഹൃദയത്തിലുള്ള ആ ചിന്തകളെ വികാരങ്ങളെ അടക്കി നമ്മൾ ശാന്തമായിട്ടിരുന്ന മനസ്സിന് വിശ്രമം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ശാന്തി കിട്ടുന്നത്. അപ്പോൾ ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പൂജ ചെയ്യാത്ത പക്ഷം ദുരന്തം അത് വരുന്നെന്നും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണ്. അതവർക്ക് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു സ്വാർത്ഥതയുടെ കാരണം അവർ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു വരുമാനം, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ വരുമാനവും സമയങ്ങളുമാണ് അവർക്ക് വേണ്ടത്. അത് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങൾ ആ ഒരു പറഞ്ഞു തരുന്നുള്ളൂ. അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും 1 or 2 വിഷയമായിരിക്കും അവിടെ സാധിച്ചു കിട്ടുന്നത്. പിന്നെയും പ്രശ്നങ്ങൾ ബാക്കിയാണ്. അതിനാര് പരിഹാരം പറഞ്ഞു തരും? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും പിന്നെയും ഓടേണ്ടി വരില്ലേ? എല്ലാത്തിനും പരിഹാരമാണ് ഓം നമഃ ശിവായ എന്ന മന്ത്രം. ഭഗവാന്റെ തിരുനാമത്തെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു വിഷയത്തിലും അവൻ പേടിക്കുകയോ ഭയക്കുകയോ അല്ലെങ്കിൽ എനിക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന വിഷയങ്ങളെ പറ്റിയുള്ള ഒരു സങ്കടങ്ങളോ ഒന്നും അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ രഹസ്യമന്ത്രം എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് വെറും അബദ്ധമാണ്. ഇപ്പോൾ തന്നെ ഈ ശിവോഹം എന്ന് പറഞ്ഞ ശിവോഹം പ്രൊട്ടക്ഷൻ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫീസ് കൊടുത്ത് ഓരോരുത്തർ പോയി പഠിക്കുകയാണ്. 5 മിനിറ്റ് നിങ്ങൾ വെറുതെ സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് ഉള്ളിലേക്കെടുക്കുന്ന ആ ശ്വാസം എടുക്കുമ്പോൾ ശിവോ എന്നും വെളിയിലേക്ക് ആ ശ്വാസത്തിനെ വിടുമ്പോൾ ഹം എന്നും പറഞ്ഞ് ഏകാഗ്രതയോടെ നിങ്ങളൊരു 5 മിനിറ്റ് ആ ദിവസവും നിങ്ങളത് ആ ശിവോഹം മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ പ്രൊട്ടക്ഷനും ഭഗവാൻ അവിടെ നിങ്ങൾക്ക് തരും. ആ ഭഗവാന്റെ ആ ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ വന്ന് നിങ്ങളെ ആരും ഒന്നും നിങ്ങളെ ചെയ്യത്തില്ല. ഒരു വിധിക്ക് പോലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ശിവോഹ മന്ത്ര പ്രൊട്ടക്ഷൻ നമ്മൾക്കൊക്കെ തരുന്ന ആ ഒരു ഇത്. അത് ഇവിടെയും അതിന് നിങ്ങൾ പൂജാവിധികൾ പഠിക്കണമെന്നോ ഇല്ല ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണമെന്നോ ഒന്നുമില്ല. സ്വസ്ഥമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും 5 മിനിറ്റ് ഇരിക്കാനുള്ള സമയം കണ്ടെത്തുക. വെറുതെ സമയം ചെലവഴിച്ച് നഷ്ടമാക്കുന്ന ആ സമയങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശിവോ എന്ന ഉള്ളിലേക്ക് എടുക്കുമ്പോഴും വെളിയിലേക്ക് ഹം എന്ന് പറഞ്ഞ് ആ ശ്വാസത്തെ വിടുമ്പോൾ ശിവോഹം ആ പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് വരികയാണ്. ദിവസവും നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു പതിവാക്കുക, അത് ദിനചര്യയാക്കുക. അതിന് ആർക്കും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല കൂട്ടുകാരെ. നമ്മുടെ നമ്മുടെ പരിഹാരം എന്ന് പറയുന്ന കാര്യമേ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിത രീതികളിലും ഒക്കെ വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റത്തിലൂടെയാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്.
കള്ളം നമ്മുടെ മനസ്സിൽ കള്ളമുണ്ടെങ്കിൽ അത് സത്യത്തിൻ്റെ വഴിയിലേക്ക് പോകണം. കോപമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുത്തേക്കണം. സ്വാർത്ഥതയുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് കാണിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഈ പരിഹാരം എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയും പോയി വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു സദാസമയം ഈ പ്രപഞ്ചം നമ്മളുടെ ഓരോ വൈബ്രേഷനുകൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പൊയ്ക്കൊണ്ടായിരിക്കുന്നത്. പുറമേ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധിയാണ് അവിടെ ആ വൈബ്രേഷൻ നിങ്ങൾക്ക് അതിൻ്റെ ഫലമാണ് കൊടുക്കുന്നത്. ചിന്തകളാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മൾ ഇപ്പോൾ ഒരാളോടൊരു നല്ല വാക്ക് പറഞ്ഞ് നമ്മളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ മനസ്സിനകത്ത് എന്താണ് ചിന്തയെന്ന്. ഒന്നുകിൽ അവരോട് വെറുപ്പായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ സംസാരിച്ച് കൊണ്ടുവന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അവരെ പറ്റി നെഗറ്റീവായിട്ട് മനസ്സിൽ ചിന്തകളുണ്ടാവും. അപ്പോൾ ആ ചിന്തകളാണ് നിങ്ങൾക്ക് ദോഷമായി വരുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് പിന്നിലുള്ള ശുദ്ധി, നമ്മുടെ ചിന്താശുദ്ധിയാണ് അതിനകത്ത്. ആ ചിന്തകളാണ് നമ്മൾക്ക് ദോഷമായിട്ടും നല്ലതായിട്ടും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ അടിക്കുമ്പോൾ ആ കുഞ്ഞ് അത് തെറ്റ് കാണിച്ച് ശിക്ഷിക്കാനാണ് ആ കുഞ്ഞിനെ അമ്മ അടിച്ചതെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് ദോഷമല്ല. അതേസമയം നിങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാത്തൂനോടോ ഉള്ള ആ ദേഷ്യം കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അയൽവക്കക്കാരോടുള്ള ആരോടെങ്കിലും ആ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മുന്നിലിട്ട് ആ കുഞ്ഞിനെ ശിക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പാപമാണത്. ആ പാപത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ച് തന്നെയാകണം. അപ്പോൾ ഭഗവാൻ നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നീ കരുണ കാണിക്കുന്നവനാണോ? നീ സത്യമായി ജീവിക്കുന്നവനാണോ? നീ ശുദ്ധ ഹൃദയത്തോടെ എന്നെ വിളിക്കുന്നവനാണോ? കടലാസോ നമ്പരോ നൂലോ മന്ത്രങ്ങളോ ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓം നമഃശിവായ വിളിച്ചാൽ തന്നെ ഭഗവാൻ കേൾക്കും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശ്വാസമാണ് ശിവൻ. ആ ഒരു യഥാർത്ഥ പരിഹാരമെന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമാണ്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്താഗതികളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എല്ലാം നമ്മൾ മാറുക. അപ്പോൾ യഥാർത്ഥമായൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് കരുണയോടെയുള്ള ഒരു ജീവിതമായിരിക്കണം. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ തക്കവണ്ണമുള്ള ധ്യാനമായിരിക്കണം എടുക്കേണ്ടത്. ആ ധ്യാനം ദിവസം ഒരു ദിനചര്യയാക്കുക, ധ്യാനമെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ധ്യാനത്തിലൂടെ നിങ്ങളുടെ ചിന്താഗതികളെ നല്ല ചിന്താഗതികളെ സ്പ്രെഡ് ചെയ്യുക. അതുവഴി നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.